പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഊട്ടിയില് ദൊഡ്ഡൽപേട്ട്. എടാ എന്താണ് സ്ഥലത്തിന്റെ പേരെന്താണ്? സ്ഥലത്തിന്റെ പേരെന്താണ് ശരിക്കും? ആ ശരി, ഈ സ്ഥലത്തിന്റെ പേര് തൊട്ടപ്പേട്ട് അല്ല, സ്ഥലത്തിന് തൊട്ടപ്പേട്ടോ എന്താണ്? തൊട്ടപ്പേട്ടോ അങ്ങനെ എന്തോ ഒരു പേര്, അങ്ങനെ എന്തോ വായി കൊള്ളാത്ത എന്തോ ഒരു പേര് കേസ്. അപ്പൊ വ്യൂ പോയിന്റ് ആണ് ഇവിടെ, സൂയിസൈഡ് പോയിന്റ് ആണെന്നൊക്കെ പറയുന്നു. നമുക്ക് പോയി കണ്ടിട്ട് വരാം. നല്ല അടിപൊളി വ്യൂ ആണെന്നൊക്കെ പറയുന്നുണ്ട്, നോക്കിയിട്ട് വരാം. ഇവിടെ വന്നപ്പോൾ ഈ ഒരു സംഭവം വാങ്ങിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യോ? എനിക്കറിയില്ല ഇതെന്താന്ന്, പക്ഷെ എന്തായാലും കഴിക്കാൻ നല്ല അടിപൊളി സാധനമായിരുന്നു. പക്ഷെ കഴിച്ച് കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് നല്ല എരിവുണ്ടാവും കേട്ടോ. എരിവ് പിന്നെ നമുക്ക് ഇഷ്ടമായതുകൊണ്ട് കുഴപ്പമില്ല. ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇവിടെ കയറിയിട്ടുണ്ട്. ഇവിടെ ഇവിടെ കുറേ ഫുഡ് കൗണ്ടറൊക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടമുള്ള സാധനം മേടിക്കാം. നല്ല അടിപൊളി സാധനങ്ങൾ വേണ്ടവർക്ക് മേടിക്കാം, കഴിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇവിടെ നല്ല വെയിലാണ്, പക്ഷേ വെയിൽ നമുക്ക് ഇഷ്യൂ അല്ല. കാരണം വെയിലിന് അനുസരിച്ച് തന്നെ കാറ്റ് വീശുന്നുണ്ട്. കാറ്റ് വീശുമ്പോൾ നല്ല തണുപ്പുണ്ട്. ഒരു നല്ല സുഖമുള്ള ക്ലൈമറ്റ്, അടിപൊളിയായിട്ടുണ്ട്. എൻ്റെ കൂടെ വന്നിരുന്ന് കാണാനല്ലേ ഗൈസ്. അങ്ങനെ നമ്മൾ വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. സ്റ്റെപ്പ് കയറി മുകളിലെത്തി ഗൈസ്. ഇവിടെ നോക്കുമ്പോൾ എന്ത് വ്യൂ ആണ് കാണാൻ നോക്കാം. അതിന് മുകളിൽ കയറി നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനൊരു വ്യൂ ആണോ കാണാൻ പറ്റുന്നത്. കുറേ മൗണ്ടൈൻസ് ഒക്കെ ആയിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും വിസിബിൾ അല്ല. കോടയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പ്രത്യേകിച്ചൊന്നും കാണാനില്ല. അവിടെയൊക്കെ കോട വന്ന് മൂടിയിട്ട് ഒന്നും വിസിബിൾ അല്ല. ഇവിടെ നോക്കുമ്പം കോയമ്പത്തൂർ ടൗൺ വരെ കാണാമെന്നാണ് പറയുന്നത്. എൻ്റെ മൂക്കിൽ ഇതൊന്നും വിചാരിക്കണ്ട ഗൈസ്, കോൾഡ് വന്നിട്ട് അവിടെ ഇങ്ങനെ ആയതാണ്. ഇവിടെ നിൽക്കുമ്പോൾ ഒരു നല്ല കാറ്റൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ നല്ല തലകറങ്ങുന്ന പോലെ ഉണ്ട്. കാരണം സ്റ്റെപ്പ് എങ്ങനത്തെ ഞാൻ കാണിച്ചത് ഗൈസ്. ഇതിൻ്റെ മുകളിലായിരുന്നു ഗൈസ് വ്യൂ പോയിന്റ്. ഇതിൻ്റെ മുകളിൽ നിന്നിട്ടാണ് കണ്ടത്. ഞാൻ പ്രത്യേകിച്ച് എനിക്കൊന്നും വാവ് ആയിട്ട് തോന്നില്ല. അപ്പം ഇനി ഇവിടുന്ന് നമ്മൾ നേരെ ബൊട്ടാണിക്കൽ ഗാർഡൻ പോകണം. ഇവർ ഫോട്ടോ എടുത്ത് തരണം വേണ്ട ഭയങ്കര ശല്യമാണ് ഗൈസ്. അങ്ങനെ എല്ലാവരെയും കൂടെ വിളിച്ച് നിർത്തി അവർക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കൊടുത്തു. ഓരോ സ്ഥലത്ത് വരുമ്പോഴും ഓരോ ഫോട്ടോസ് എടുക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് എല്ലാം കണ്ടു കഴിഞ്ഞ് ഇറങ്ങുകയാണ് ഗൈസ്. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. അവിടെ നിന്ന് പിന്നെ അതാണ് എൻഡ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ പോകും. അപ്പോൾ അവിടെ പോയിട്ട് ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്. ഞങ്ങൾ എന്താണ് പ്ലാൻ പറ? എന്താ പ്ലാൻ അവിടെ പോയിട്ട്? സർപ്രൈസാ. അത് വഴിയേ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യാം ഗൈസ്. ഞങ്ങൾ അവിടെ പോയിട്ട് എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്നുള്ള കാര്യം ഭയങ്കര പ്രിപ്പറേഷനിലേക്കാണ് വന്ന്. ഞാൻ അവിടെ പോയിട്ട് എന്താ സിറ്റുവേഷൻ ഒന്നും അറിയില്ല. പോയി നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് റിച്ചുനിതേ ഈ ഒരു സംഭവം വേണമെന്ന് പറഞ്ഞ് അവനത് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. കുറേ നേരമായി അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവസാനം ഇവൻ്റെ നിർബന്ധപ്രകാരം ഞാൻ ഈ സാധനം വാങ്ങിച്ചു കൊടുത്തു. 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവനിത് എന്തിനാണെന്ന് പോലും ഇവനറിയില്ല. ഇനിയിപ്പോൾ ഇത് വീടെത്തുന്നവരെ കണ്ടാൽ ഭാഗ്യം. നോക്കിച്ചു ബാറ്റ്മാൻ്റെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിച്ചു. ഈ മമ്മി എനിക്ക് ഒന്നും വാങ്ങി തന്നില്ല. ഇത് മാത്രമേ വാങ്ങി തന്നുള്ളൂ. ചെറിയ കാർ വാങ്ങില്ല ഗൈസ്. ഇവിടെ എല്ലാത്തിനും നല്ല റേറ്റ് ആണ്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വാങ്ങിത്തരും പറഞ്ഞു. നോക്കട്ടെ. എൻ്റെ അമ്പാടിക്ക് ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല. അവനാണെങ്കിൽ കൊണ്ടുവന്നിട്ടുമില്ല. അവനോട് അമ്പലത്തിൽ പോകുകയാണെന്ന് പറഞ്ഞ് നുണ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഊട്ടി തണ്ടാൻ വന്നിരിക്കുന്നത് ഗൈസ്. എങ്ങനെ ഇറിച്ചു? നമ്മളിപ്പോ ബൊട്ടാണിക്കൽ ഗാർഡൻ എത്തി. കുറച്ച് വലിക്കണം പറ. ഞങ്ങളിപ്പോ ബൊട്ടാണിക്കൽ ഗാർഡൻ എത്തി. ഗാർഡൻ അല്ല, ഗാർഡൻ. അപ്പൊ ഞങ്ങളിപ്പോ ബൊട്ടാണിക്കൽ ഗാർഡൻ എത്തിയിട്ട് ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഇനിയിപ്പോ ഇവിടെ 7 മണിക്ക് ക്ലോസ് ചെയ്യും. അപ്പൊ അതുവരേക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്തിട്ട് പോവാനാണ് പ്ലാൻ. ഓക്കെ ഗൈസ്, കാണാം. ഗൈസ് ഇവിടെ നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് ഗൈസ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇവിടെ ഒരുപാട് ടെടിയൊക്കെ വിൽക്കാൻ വെച്ചിരിക്കണു. അമ്പാടിക്കൊരു ആന വാങ്ങിച്ചാലോ? അമ്പാടിക്കൊരു ആന വാങ്ങിച്ചാലോ? അമ്പാടിക്കൊരു ആന വാങ്ങിക്കുന്നു. അവന് ആന ഇഷ്ടം.
ലേക്കൂടെ ആന എവ്വളോ 150 100 rupees കൊടുക്കുമാ 150 ആണ് ഗൈസ് ഇതിന്. അവിടെ ആനക്കുട്ടിൻ്റെ ടോയ് കണ്ടപ്പം അമ്പടിക്ക് ആനാന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനാണ്. എത്ര തന്നെ അതിൻ്റെ ടോയ്സ് വാങ്ങിച്ചു കൊടുത്താലും മതിയാവില്ല. അപ്പോൾ അവൻ ഒരെണ്ണം മേടിക്കാന്ന് പറഞ്ഞിട്ട് ചോദിച്ചപ്പോൾ 150 എന്ന് പറഞ്ഞു. 120 തരുമെന്ന് ചോദിച്ചപ്പോൾ തരില്ലെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ പോവല്ലേ, പോയിട്ട് വരുമ്പോൾ വാങ്ങാം. കാരണം ഞാൻ ഇപ്പോൾ വേറെ ബാഗൊന്നും എടുത്തിട്ടില്ല, മേടിച്ചാലും ഇടാൻ സ്പേസൊന്നുമില്ല. അപ്പോൾ വരുമ്പോൾ നമുക്ക് അമ്പടിക്ക് ആന വാങ്ങാം. ഒരുപാട് സാധനങ്ങൾ സെയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ എല്ലാം വാങ്ങാൻ തോന്നുന്നുണ്ട്. പക്ഷെ എങ്ങനെ വാങ്ങാനാണ്? എല്ലാം നല്ല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ, നല്ല രസമുണ്ട്. നോക്കട്ടെ എന്തെങ്കിലും വാങ്ങാം. പിന്നെ ഇത് ഈ ഒരു സംഭവം കണ്ടോ, അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ വാങ്ങിച്ചാലും വേറെ യൂസൊന്നും ഇല്ലല്ലോ എന്നുള്ളതുകൊണ്ട് വാങ്ങിയില്ല. പിന്നെ അവിടെ ഒരുപാട് ഫ്ലവേഴ്സൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഫ്ലവർ ഉണ്ടല്ലോ 1 ഇയറൊക്കെ നമ്മളിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വാടാതെ നിൽക്കുന്നതൊക്കെയാണ് പറയുന്നത്. പിന്നെ അവിടെ ഇങ്ങനെ കുട്ടികളുടെ കയ്യിലെടുക്കാൻ പാകത്തിനുള്ള ഒരുപാട് സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെയുള്ള ബബിൾസൊക്കെ. ഇവിടെ എൻട്രി പാസ് ഉണ്ട് കേട്ടോ. അഡൾട്ട്സിന് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപയാണ്. പിന്നെ നമ്മളിവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ 5000 രൂപ പേ ചെയ്യണം. പിന്നെ വീഡിയോയും, അതായത് വീഡിയോ ക്യാമറ കൊണ്ടുപോകാൻ 100 രൂപയും വെറും ക്യാമറ കൊണ്ടുപോകാൻ 50 രൂപയും ഇവർ ചാർജ് ചെയ്യുന്നത്. ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡനാണ് കേട്ടോ. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഗാർഡൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ റിച്ച് ഭയങ്കരമായിട്ട് എല്ലാം ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. എന്താ മമ്മി ഇവിടെ മാത്രം ഇത്രയും ഫ്ലവേഴ്സൊക്കെ വന്നിരിക്കണമെന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നെ ആൾ അവിടെ ഇരുന്നത് കുറച്ച് സ്റ്റെപ്പൊക്കെ ഇടുകയാണ് കേട്ടോ. ആൾക്ക് ഇവിടെ എത്തിയപ്പോൾ നല്ല വൈബായി ഗൈസ്. പിന്നെ കുട്ടികൾക്കുള്ളൊരു സംഭവമാണല്ലോ എന്ത് കണ്ടാലും ഇങ്ങനെ ഓരോ ഡൗട്ട് ചോദിക്കാന്നുള്ളത്. അവനും അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അതൊക്കെ ക്ലിയർ ചെയ്ത് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് തമിഴ്നാട്ടിലെ ഭയങ്കര ഉയർന്ന രീതിയിൽ നിൽക്കുന്ന ആൾക്കാരുടെയൊക്കെ പണ്ടത്തെ ആരാന്നൊന്നും നമുക്കറിയില്ല. അവിടെ തമിഴ് രീതിയിൽ വായിക്കാനും അറിയില്ലല്ലോ. പിന്നെ ഇതേ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട് ഇവിടെ. ഇതിൻ്റെ പേരൊന്നും അറിയില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഗൈസ് നമുക്ക് ഗ്ലാസ് ഹൗസ് കാണാൻ പോവാം. നല്ല അടിപൊളിയായിട്ട് ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്, കാണാം. ബൊട്ടാണിക്കൽ ഗാർഡനിൽ കൂടെ നടന്നുകൊണ്ടിരിക്കണം കേട്ടോ. ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ട്. എൻ്റെ പൊന്നും എല്ലാം കണ്ടിട്ടില്ലേ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ പ്ലാസ്റ്റിക് പൂ പോലെയാണ് തോന്നിയത്. അത്രയും അടിപൊളിയായിട്ടുണ്ട് എല്ലാം. പക്ഷെ ഒന്നും നമുക്ക് അങ്ങനെ ടച്ച് ചെയ്യാൻ പറ്റരുത്. ഇവിടെയൊക്കെ എല്ലാം ഇങ്ങനെ വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതൊരു കാച്ചസ് ഗാർഡൻ ആണ് കേട്ടോ. ഇവിടെ പക്ഷേ കുറേയൊക്കെ ഇങ്ങനെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറേ ഒന്നുമില്ല, പക്ഷെ കൊള്ളാം, നന്നായിട്ടുണ്ട് കാണാൻ. കുറേ വെറൈറ്റീസ് ഓഫ് കാച്ചസ് ഒക്കെ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ ഇതൊക്കെ കാണുന്നത്. സത്യം പറഞ്ഞ ഗൈസ്, ഇതൊരു ഹൈ റേഞ്ച് ആയതുകൊണ്ട് നടന്ന് വല്ലാണ്ട് അങ്ങ് കിതയ്ക്കുന്നുണ്ട്. എനിക്കൊരു സംഭവം കാണിച്ചു തരാം ഞാൻ. അപ്പം അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് കഴിഞ്ഞു ഗൈസ്. ഇത് ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ 1 ഡേ ട്രിപ്പായിരുന്നു. നല്ല അടിച്ചു പൊളിച്ചു, നല്ല ടയേർഡായി. കാരണം 1 ഡേ ട്രിപ്പായിരുന്നില്ലേ. അപ്പോൾ മാക്സിമം ഒരു ദിവസം കൊണ്ട് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം കണ്ടു. അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണമുണ്ട്. ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ടാണ്. ഇവിടെ നിന്നൊരു 5-6 മണിക്കൂറുണ്ട് ഇനി വീട് എത്താൻ വേണ്ടിയിട്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.